ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഹെയർ ഇന്ന് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അതായത് സൈഡ് ബാങ്ക്സ് കട്ട് ചെയ്തിടാൻ വേണ്ടി പോവാണ്. യൂഷ്വലി ഞാൻ കട്ട് ചെയ്യുന്ന രീതി എങ്ങനെയാന്നുള്ളത് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറെ ആൾക്കാർ അത് കണ്ടിട്ടുണ്ടായിരുന്നു. വേറൊരു രീതിയിലാണ് ഞാൻ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വർക്ക് ആവോ അല്ലെങ്കിൽ കൊളാവോ ഒന്നും എനിക്കറിയില്ല. എന്ത് തന്നെ ആയാലും ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ സൈഡ് ബാങ്ക്സ് കട്ട് ചെയ്ത് ഇടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലാസ്റ്റ് സ്കിപ്പ് ചെയ്തൊന്ന് കണ്ടു നോക്ക്. എന്നിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം വീഡിയോ ഫുള്ള് കണ്ടാൽ മതി. അല്ലെങ്കിലും കണ്ടോ, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എൻ്റെ കമൻറ്റ് ബോക്സിൽ കണ്ടു എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഹെയർ ഒക്കെ വളർന്നതെന്നുള്ളത്. അങ്ങനെ പെട്ടെന്ന് വളർന്നതെന്നല്ല, എനിക്ക് സിവിയർ ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഹെയർ പാക്ക് തന്നെ എനിക്ക് വർക്ക് ചെയ്യാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ഇടാം. ഇപ്പം നമുക്ക് ഹെയർ കട്ട് ചെയ്യാം. ആദ്യം തന്നെ മുടി നന്നായിട്ട് ഡീടാങ്കിൾ ചെയ്യണം. എല്ലാ ജടയും പോയതിന് ശേഷം ഞാനിവിടെ സെന്റർ പാർട്ടീഷനാണ് എടുത്തിട്ടുള്ളത്. സൈഡ് പാർട്ടീഷൻ എടുത്തിട്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടാവുന്നൊന്നും എനിക്കറിയില്ല. സോ സെന്റർ പാർട്ടീഷൻ എടുത്ത് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. എൻ്റെ മുടി അത്ര ഡ്രൈ ആയിട്ടല്ല കിടക്കുന്നത്. ഞാൻ ഷാമ്പൂ ഒന്നും ചെയ്തിട്ടില്ല. കുറച്ച് ഓയിലൊക്കെ ഉണ്ട്, എന്നുവെച്ചാൽ നല്ലോണമൊന്നുമില്ല, കുറച്ചൊക്കെ ഉണ്ട്. മാനേജബിൾ ആണ് ഹെയർ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ 2 സെക്ഷൻസ് എടുക്കുക. അതായത് ഈക്വൽ ആയിട്ട് 2 സെക്ഷൻസ് എടുത്തിട്ട് കറക്റ്റ് നന്നായിട്ടൊന്ന് ചീകി കൊടുക്കണം. അതിനുശേഷം കറക്റ്റ് നിങ്ങളുടെ ആ ഒരു മൂക്കിൻ്റെയും ചുണ്ടിൻ്റെയും നടുക്കായിട്ട് വരുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, ആ ഒരു ലെങ്ത്തിൽ വെച്ചിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത സെക്ഷൻ ഓഫ് ഹെയർ എടുക്കുക. അതും ഇതുപോലെ തന്നെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചതിന് ശേഷം നമ്മുടെ ആ ഒരു താടിയുടെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തിന്റെ അതുപോലെ തന്നെ ചുണ്ടിന്റെ ആ ഒരു ഭാഗവും അതിന്റെയൊക്കെ സെൻട്രലായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ അമ്മേനോട് പെർമിഷൻ ചോദിക്കണം, ഇല്ലെങ്കിൽ അടി കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി ഇതുപോലെ തന്നെ അടുത്ത സെക്ഷൻ എടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു കഴുത്തിന്റെ സെൻട്രലായിട്ട് ആ ഒരു ലെങ്ത് വെച്ചിട്ട് അടുത്ത സെക്ഷൻ കട്ട് ചെയ്യാം. ഞാൻ ആകെ ഒരു 3 സെക്ഷൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഒരു സൈഡിൽ നിന്നും. നിങ്ങൾക്ക് ഇഷ്ടം പോലെ എടുക്കാം, പക്ഷെ നിങ്ങൾക്ക് കൊളാവോന്നുള്ള ടെൻഷൻ ഉണ്ടെങ്കിൽ 1-2 സെക്ഷനിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യുന്നത് നിർത്താം. ഹെയർ കട്ട് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, ഇനി ഹെയർ നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്യണം, എന്നാലേ ആ ഒരു സൈഡ് ബാങ്ക്സ് ഒക്കെ നന്നായിട്ട് കിടക്കുള്ളൂ. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫിലിപ്സിന്റെ ഹെയർ സ്ട്രെയിറ്റ്നർ ആണ്. ഞാൻ യൂഷ്വലി എങ്ങനെയാണ് ഹെയർ സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ആ ഒരു സെക്ഷൻ എടുക്കും. അതിലിപ്പോൾ നമ്മൾ കട്ട് ചെയ്യാത്ത പോർഷൻ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് വെച്ചിട്ട് ഈ ഹെയർ ഇങ്ങനെ മേലോട്ടേക്ക് പിടിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് കുറച്ച് സമയം ഇങ്ങനെ അവിടെ വെക്കും, ഒരു 2-3 സെക്കൻഡ് വെക്കും. അതിനുശേഷം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ആ ഒരു എൻഡിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാമെന്ന് ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് സൈഡിലും ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഇതിന്റെ ഫൈനൽ റിസൾട്ട് എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മുടി കെട്ടിക്കഴിയുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാവും ഇത് എങ്ങനെയാണ് നിൽക്കുന്നത് എന്നുള്ളത്. നമ്മൾ ഹെയർ സെറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഹെയർ ഇത്ര നന്നായിട്ട് കിടക്കുന്നത്. ഇനി ഒരു പോണി ടെയിലൊക്കെ കെട്ടുവാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട്. ഭയങ്കര ഭീകരാണെന്നൊന്നും പറയാൻ വേണ്ടി പറ്റൂല. അത്യാവശ്യം നിങ്ങൾക്ക് ഹെയർ സെറ്റ് ചെയ്യാനുള്ള സ്കില്ലുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് കിടക്കും. നിങ്ങൾക്കിപ്പോൾ ലെങ്ത്ത് കൂടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കൊടുക്കാം.